Hi students, once again welcome back to EduSpring classes. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് how to prepare trading account and profit and loss account. കഴിഞ്ഞ ക്ലാസ്സുകളിൽ എങ്ങനെയാണ് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ പിന്നീട് എങ്ങനെയാണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു ട്രേഡിംഗ് അക്കൗണ്ടും ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റുഡൻസ്, ഇതുവരെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു ട്രയൽ ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. ഈ ട്രയൽ ബാലൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ട്രയൽ ബാലൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൽ അസറ്റ് ഉണ്ടായിരിക്കും, ക്യാപിറ്റൽ ഉണ്ടായിരിക്കും, ലാബിലിറ്റി ഉണ്ടായിരിക്കും, ഇൻകം എക്സ്പെൻസും എല്ലാം കൂടി ഉണ്ടായിരിക്കും. അതിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. ഇവിടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാലൻസ് ഷീറ്റിലെ ഒരു ഐറ്റം ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എടുക്കുന്നതല്ല, ബാലൻസ് ഷീറ്റിലേക്കും എടുക്കുന്നതല്ല. അതായത് ട്രയൽ ബാലൻസിലുള്ള ഒരു ഐറ്റം എന്നാണ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് എടുക്കുന്നു, അത് വീണ്ടും മറ്റു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കോ ബാലൻസ് ഷീറ്റിലേക്കോ എടുക്കുന്നതല്ല. അപ്പോൾ ഓരോ ഐറ്റംസ് എന്നാണ് ഒന്നെങ്കിൽ എവിടേക്ക് എടുക്കണം, ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് എടുക്കണം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എടുക്കണം, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കണം. അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് എടുക്കേണ്ടത്, ഏതൊക്കെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എടുക്കേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെയാണ് ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കേണ്ടത് എന്ന് നമ്മൾ ആ ഫോർമാറ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കുക തന്നെ വേണം. ഇപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പ്രധാനമായിട്ടും ഡയറക്റ്റ് എക്സ്പെൻസുകളും അതുപോലെ തന്നെ ഡയറക്റ്റ് ഇൻകവുമാണ് എടുക്കുന്നത്. അതേ സ്ഥാനത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എടുക്കുന്നത് എന്താണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ഇൻകവുമാണ് അതിലേക്ക് എടുക്കുന്നത്. അതേ സ്ഥാനത്ത് ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കുന്നത് ഏതൊക്കെയാണ്, ബാലൻസ് ഷീറ്റിലേക്ക് പ്രധാനമായിട്ടും എടുക്കുന്നത് അസറ്റുകളും ലാബിലിറ്റീസുമാണ്. ഇത് നിങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പ്രവേശിക്കാം. From the following trial balance, prepare a trading and profit and loss account for the year ended 31st December 2003. അപ്പോൾ 2003 ഡിസംബർ 31 താഴെ നൽകിയിരിക്കുന്ന ട്രയൽ ബാലൻസിൽ നിന്നും ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, പിന്നീട് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. ഇനി ട്രയൽ ബാലൻസിലുള്ള ഐറ്റംസ്, ഒന്ന് കെ അനിൽസ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്നുള്ളത് എന്താണ്, അതൊരു ലാബിലിറ്റിയാണ്. സ്റ്റോക്ക് ഓൺ 1st January 2003, അതൊരു ഓപ്പണിംഗ് സ്റ്റോക്കാണ്. സ്റ്റോക്ക് എന്നുള്ളതൊരു അസറ്റാണ്. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റാണ്. പർച്ചേസസ് നമുക്ക് എവിടേക്കാണ് എടുക്കേണ്ടത്, ട്രേഡിംഗ് അക്കൗണ്ടിലെ ഐറ്റമാണ് പർച്ചേസ്. അതുപോലെ സാലറീസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഷുറൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. റെൻ്റ്, ഇവിടെ റെൻ്റ് എന്താണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. റെൻ്റ് എന്നുള്ളത് ക്രെഡിറ്റ് ബാലൻസ് ആകുമ്പോൾ അത് ഇൻകം ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഒരു ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻകം ആണ്, രണ്ടാമത്തത് ലാബിലിറ്റി, അതുപോലെ തന്നെ ക്യാപിറ്റൽ. ഈ 3 ഐറ്റംസ് ആണ് അവിടെ വരുന്നത്. അതുകൊണ്ട് റെൻ്റ് എന്നുള്ളത് ഇൻകമാണ്, ഇൻഡയറക്റ്റ് ഇൻകമാണ്. ഡിസ്കൗണ്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ബിൽസ് പേയബിൾ
800. ബിൽസ് പേബിൾ എന്നുള്ളതൊരു ലാബിലിറ്റിയാണ്. സൺട്രി ഡെപ്റ്റേഴ്സ് അസറ്റാണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ലാബിലിറ്റിയാണ്. ക്യാരേജ് ഇൻവാർഡ്സ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യാരേജ് ഇൻവാർഡ് എന്ന് പറഞ്ഞാൽ അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതേ സ്ഥാനത്ത് ക്യാരേജ് ഔട്ട്വാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇവിടെ നൽകിയിരിക്കുന്നത് ക്യാരേജ് ഇൻവാർഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആകുമ്പോൾ അത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഫർണിച്ചർ അസറ്റാണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് അതും ലാബിലിറ്റിയാണ്. ട്രേഡ് എക്സ്പെൻസസ് അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. റിട്ടേൺ ഇൻവാർഡ്സ്, റിട്ടേൺ ഇൻവാർഡ്സ് എന്ന് പറഞ്ഞാൽ അത് സെയിൽസ് റിട്ടേൺ ആണ്. റിട്ടേൺ ഔട്ട്വാർഡ്സ് പറഞ്ഞാലോ പർച്ചേസ് റിട്ടേൺ. അപ്പോൾ റിട്ടേൺ ഇൻവാർഡ്സ് സെയിൽസ് റിട്ടേൺ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. മെഷീനറി അസറ്റാണ്. വേജസ് ഡയറക്റ്റ്, വേജസ് എന്നുള്ളത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സെയിൽസ് അതെന്താണ്, ഡയറക്റ്റ് ഇൻകം ആണ്. റിട്ടേൺ ഔട്ട്വാർഡ്സ് അതാണ് പർച്ചേസ് റിട്ടേൺ ആണ്. റിട്ടേൺ ഔട്ട്വാർഡ്സ് എന്നുള്ളത് പർച്ചേസ് റിട്ടേൺ ആണ്. ഇത്രയുമാണ് ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസ്. ട്രയൽ ബാലൻസിൻ്റെ ടോട്ടൽ 46,650 എന്നുള്ളതാണ്. ഇനി അതിൻ്റെ താഴെ നൽകിയിരിക്കുന്നു സ്റ്റോക്ക് ഓൺ 31st December 2003 വാസ് വാല്യൂഡ് അറ്റ് ₹7,500. അതായത് 2003 ഡിസംബർ 31 സ്റ്റോക്ക്, അതായത് അത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ജനുവരിയിലേത് ഓപ്പണിംഗ് സ്റ്റോക്കും അതുപോലെ ഡിസംബറിലേതെന്നാണ് ക്ലോസിംഗ് സ്റ്റോക്കുമാണ്. ഈ ക്ലോസ് സ്റ്റോക്ക് 7,500 രൂപയാണ്. സാധാരണ ക്ലോസിംഗ് സ്റ്റോക്ക് തരുന്നത് എവിടെയായിരിക്കും, അത് ട്രയൽ ബാലൻസിൻ്റെ പുറത്തായിരിക്കും എന്നുള്ളത് വിദ്യാർത്ഥികളായിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. സ്റ്റുഡൻസ്, ക്വസ്റ്റ്യൻസ് നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഇവിടെ ഹെഡിങ് എന്താണ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2003. 2003 ഡിസംബറിലാണ് ഈ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ എന്താണ്, ഫസ്റ്റ് ഡെബിറ്റ് സൈഡ് ഉണ്ട്, അതുപോലെ ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. ആദ്യമായിട്ട് എന്താണ്, നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിൽ ആദ്യമായിട്ട് എന്താണ് എടുക്കേണ്ടത്, ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് എടുക്കേണ്ടത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഏതാണ്, ഇവിടെ കണ്ട നിങ്ങൾ ഒന്നാമത്തെ ഐറ്റം ആണ് ക്യാപിറ്റൽ ആണ്. അത് ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കേണ്ട ഐറ്റമാണ്. രണ്ടാമത്തെ ഐറ്റം നോക്കുക, സ്റ്റോക്ക് ഓൺ 1st January 2003. 2003 ജനുവരി 1 സ്റ്റോക്ക് ആണ്. അതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. എമൗണ്ട് എത്രയാണ്, 6,000 ആണ്. 6,000 ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയി വരുന്നത്. ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് എടുക്കുന്നത് എന്താണ്, സാധാരണയായിട്ട് പർച്ചേസ് ആണ്. പർച്ചേസ് എമൗണ്ട് എത്രയാണ്, പർച്ചേസ് എമൗണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ നോക്കുക. പർച്ചേസ് ക്യാഷ് ഇൻ ഹാൻഡ് കഴിഞ്ഞാൽ പിന്നെ പർച്ചേസസ് ആണ്. പർച്ചേസസ് 16,800 രൂപയാണ്. 16,800 രൂപ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പർച്ചേസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പർച്ചേസുമായി ബന്ധപ്പെട്ട് എന്താണ്, പർച്ചേസ് റിട്ടേൺ ഉണ്ടോ എന്ന് നോക്കണം. പർച്ചേസ് റിട്ടേൺ പറയുന്ന മറ്റൊരു പേരാണെന്ത്, റിട്ടേൺ. അതായത് പർച്ചേസ് റിട്ടേൺ പറയുന്ന മറ്റൊരു പേരാണ് റിട്ടേൺ ഔട്ട്വാർഡ്സ്. പർച്ചേസ് റിട്ടേൺ പറയുന്ന മറ്റൊരു പേരാണെന്ത്, റിട്ടേൺ ഔട്ട്വാർഡ്സ് അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ. അതുണ്ടോ നോക്കണം. അതുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പർച്ചേസിൽ നിന്ന് ലെസ് ചെയ്യണം. ഇവിടെ ഏറ്റവും അവസാനം നോക്കുക, ട്രയൽ ബാലൻസ് ഏറ്റവും അവസാനം എന്താണ്, റിട്ടേൺസ് ഔട്ട്വാർഡ്സ്. ക്രെഡിറ്റ് ബാലൻസ് 800 ആണ്. റിട്ടേൺ ഔട്ട്വാർഡ്സ് എന്ത് ബാലൻസ് ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ് 800. അപ്പോൾ ലെസ് റിട്ടേൺ എത്രയാണ്, 800. അതായത് ലെസ് പറഞ്ഞാൽ മൈനസ്. അപ്പൊ 16,800 നിന്നും 800 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് എത്രയാണ്, 16,000 ആണ്. 16,000 രൂപ. ഓപ്പണിംഗ് സ്റ്റോക്ക് എടുത്തു, അതുപോലെ പർച്ചേസ് എടുത്തു. ഇനി അവിടേക്ക് വരേണ്ടത് എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. അപ്പൊ ഹെഡിങ് കൊടുക്കുക, ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ നിങ്ങൾ നോക്കുക,
പർച്ചേസ്, സാലറീസ്, ഇൻഷുറൻസ്, റെന്റ്, ഡിസ്കൗണ്ട്, ബിൽസ് പേയബിൾ, സൺട്രി ഡെപ്റ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, അതൊക്കെ എന്താണ്, അതൊന്നും ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല. അങ്ങനെ പോയിട്ട് അവസാനം എന്താണ്, വേജസ് ഉണ്ട്. അതുപോലെ തന്നെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കഴിഞ്ഞിട്ട് നോക്കുക, അവിടെ കാരേജ് ഇൻവാർഡ്സ്. ഈ കാരേജ് ഇൻവാർഡ്സ് എന്നുള്ളത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. കാരേജ് ഇൻവാർഡ്സ് എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പുതിയ കാരേജ് ഇൻവാർഡ്സ്, കാരേജ് ഇൻവാർഡ്സ്. കാരേജ് ഇൻവാർഡ്സ് എമൗണ്ട് എത്രയാണ്, 450 രൂപ. 450 രൂപയാണ് കാരേജ് ഇൻവാർഡ്സ്, 450 രൂപയാണ്. അതുപോലെ തന്നെ വേജസ്, വേജസ് അതായത് മെഷീനറി കഴിഞ്ഞാൽ പിന്നെ വേജസ് ആണ്, 9000 ആണ് വേജസ്. വേജസ് 9000. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത സമയത്ത് ഒരുപാട് ഡയറക്റ്റ് എക്സ്പെൻസുകൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആകെ 2 ഡയറക്റ്റ് എക്സ്പെൻസേ വന്നിട്ടുള്ളൂ. അത് രണ്ടുമാണ് ഇവിടേക്ക് എടുത്തത്. ഒന്ന് കാരേജ് ഇൻവാർഡ്സ്, രണ്ടാമത്തത് വേജസ്. അപ്പോൾ ഇവിടേക്ക് വരേണ്ട ഐറ്റം ഒന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്, പിന്നെ പർച്ചേസ് ആണ്, പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. അത് ഏതൊക്കെയുണ്ടോ അതൊക്കെ എന്ത് ചെയ്യുക, ഇവിടേക്ക് എടുത്ത് എഴുതാം. അതായത് ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടേക്ക് എഴുതിയാൽ പിന്നെ ബാലൻസ് ഷീറ്റിന്റെ പിന്നെ ഫൈനൽ അക്കൗണ്ടിന്റെ എവിടേക്കും ഈ ഐറ്റംസ് എടുക്കൂല, ഇവിടേക്ക് മാത്രമേ എടുക്കുള്ളൂ. പർച്ചേസ് ഇവിടേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പർച്ചേസ് വേറെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്കൊന്നും പിന്നെ എടുക്കൂല. ഒരു പ്രാവശ്യം ഒരു ഐറ്റം ഒരു സ്ഥലത്തേക്ക് മാത്രമേ എടുക്കുകയുള്ളൂ. അത് എടുക്കേണ്ട സ്ഥലത്തേക്ക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഈ പർച്ചേസ് കൊണ്ടുപോയിട്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എഴുതാൻ പാടില്ല, ഇവിടെ തന്നെ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് എടുത്തു കഴിഞ്ഞു. ഇനി എന്താണ്, ക്രെഡിറ്റ് സൈഡ് നോക്കാം. ക്രെഡിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ് എന്താണ്, ഫസ്റ്റ് വരേണ്ടത് സെയിൽസ് ആണ്. നമ്മൾ ഫോർമാറ്റിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് സെയിൽസ്. സെയിൽസ് എമൗണ്ട് എത്രയാണ്, ഏറ്റവും ലാസ്റ്റ് രണ്ടാമത്തേത് 29,250 രൂപ. 29,250 രൂപ. ഈ എമൗണ്ട് ഇവിടെ എഴുതാൻ കാരണം എന്താണ്, ഇവിടെ സെയിൽസ് റിട്ടേൺ ഉള്ളത് കൊണ്ടാണ്. അത് കുറച്ച് ബാക്കി എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എമൗണ്ട് ഇവിടേക്ക് എഴുതുന്നത്. ലെസ് സെയിൽസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ എത്രയാണ്, അതായത് സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഇൻവാർഡ്സ് ആണ് കേട്ടോ. റിട്ടേൺ ഇൻവാർഡ്സ്, സെയിൽസ് റിട്ടേണിന്റെ മറ്റൊരു പേരാണ് റിട്ടേൺ ഇൻവാർഡ്സ്. എമൗണ്ട് എത്രയാണ്, 950 രൂപ. 950 രൂപ. അപ്പോൾ 29,250 നിന്നും എത്ര മൈനസ് ചെയ്യാം, 950 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും, 28,300, 28,300 എന്ന് ലഭിക്കും. 28,300 ആണ് ഇവിടെ സെയിൽസ് എന്നുള്ളത്. പിന്നെ അവിടെ വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈ ഫോർമാറ്റ് എന്ത് ചെയ്യണം, നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം, എന്നാലേ ഇതുപോലെ എടുത്ത് എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ സെയിൽസ് കഴിഞ്ഞാൽ പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ നിന്നാണ് കിട്ടുക, അത് ട്രയൽ ബാലൻസിന്റെ പുറത്തിലായിരിക്കും എന്തുണ്ടാവുക, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവുക. നിങ്ങൾ ട്രയൽ ബാലൻസിന്റെ ഏറ്റവും താഴെ നോക്കുക. സ്റ്റോക്ക് ഓൺ 31st December 2003 വാസ് വാല്യൂഡ് അറ്റ് ₹7,500. 7,500 രൂപയാണ്. ഇത് ട്രയൽ ബാലൻസിന്റെ ഔട്ട്സൈഡിലാണ് ഈ ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് സാധാരണ ഉണ്ടാവുക. ഇപ്പോൾ 7,500 ഇപ്പൊ എന്തായി, രണ്ട് സൈഡും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ രണ്ട് സൈഡും കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം. ആദ്യം എന്ത് ചെയ്യുക, ഈ സൈഡ് കൂട്ടി നോക്കാം. 28,300 പ്ലസ് 7,500 എത്രയാണ്, 35,800 രൂപ. 35,800 രൂപ. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, 6,000 പ്ലസ് 16,000 480 പ്ലസ് 9,000 എമൗണ്ട് എത്രയാണ് വരുന്നത്, എമൗണ്ട് വരുന്നത് 31,450 രൂപ. 31,450 രൂപ. ഇവിടെ 35,800 ആണ്, ഇവിടെ 31,450 രൂപയാണ്. എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്യാം. 35,800 നിന്നും 31,450 എന്ത് ചെയ്യാം, കുറക്കുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ലഭിക്കും, 4,350 എന്ന് ലഭിക്കും. 4,350 രൂപ. ഇതെന്താണ്, ഇവിടെ അല്ലേ കുറവുകൾ, 31,000, ഇവിടെ 35,000.
അപ്പൊ കുറവുള്ള സൈഡിലേക്കാണ് ഈ ഒരു ബാലൻസ് ചെയ്ത. അത് 35,800 നിന്നും എന്ത് കുറക്കാം? 31,450 കുറക്കാം. അതായത് 35,800 മൈനസ് 31,450. ഈ കാൽക്കുലേഷൻ ചെയ്താൽ എന്ത് ചെയ്യും? നമുക്ക് ഈ ആൻസർ ലഭിക്കും. ക്ലിയർ ആയല്ലോ? 35,800 നിന്നും 31,450 എന്ത് ചെയ്യുക? കുറക്കാം. ഈ എമൗണ്ടിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ്. കാരണം ഇത് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ എന്തായിരിക്കും? അല്ലെങ്കിൽ എന്താണ്? ഈ ഒരു ബാലൻസ് ഈ ഒരു സൈഡിലേക്കാണ്, ഡെബിറ്റിലേക്കാണ് വരുന്നതെങ്കിൽ അത് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. ഈ ബാലൻസ് ക്രെഡിറ്റിലേക്കാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും? അത് ഗ്രോസ് ലോസ് ആയിരിക്കും. ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യാം? രണ്ട് സൈഡും എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോഴാണ് ഇവിടെ കൊണ്ടുപോയി ടോട്ടൽ ചെയ്യരുത്. നേരെ എന്താണ്? ഇവിടെ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യാം? ഈക്വൽ ആയിട്ട് നിങ്ങൾ വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യാം. ഇവിടെ വലിയ സൈഡിന്റെ ടോട്ടൽ അല്ലേ 35,800. അത് തന്നെ ആയിരിക്കും രണ്ടിന്റെയും ടോട്ടൽ ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 35,800 ഇവിടെയും 35,800. 35,800 ആണ്. 35,800 ഇതോടുകൂടി എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ ട്രേഡിംഗ് അക്കൗണ്ടും അതുപോലെ തന്നെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ക്ലബ് ചെയ്താണ്, ഒരുമിച്ചാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഇനി ഗ്രോസ് പ്രോഫിറ്റ് കിട്ടില്ലേ 4,350 രൂപ. ഈ ഗ്രോസ് പ്രോഫിറ്റിനെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബ്രോ ഡൗൺ ചെയ്യണം. എന്ത് ചെയ്യണം? ഈ ഗ്രോസ് പ്രോഫിറ്റിനെ 4,350 രൂപയെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യണം? ബ്രോ ഡൗൺ ചെയ്യണം. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഫോർമാറ്റിൽ പഠിച്ചിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം ട്രേഡിംഗ് അക്കൗണ്ട്. അതാണ് ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ. എത്രയാണ്? ഈ സംഖ്യയാണ്. ഈ ടോട്ടൽ എഴുതി വെക്കരുത്. ഈ ഗ്രോസ് പ്രോഫിറ്റ് ആണ് എഴുതി വെക്കേണ്ടത്. 4,350 രൂപ. 4,350 രൂപ. അപ്പൊ 4,350 രൂപ എന്ന് എഴുതി വെച്ചു. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇനി വേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് ചെയ്യാനുള്ളത്. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് ഏതാണ് എടുക്കുന്നത്? ഡെബിറ്റ് സൈഡിലേക്ക് എടുക്കുന്നത് ഏതാണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുക. അനിൽസ് ക്യാപിറ്റൽ എന്താണ്? ലാബിലിറ്റി ആണ്. സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് ആണ്. പർച്ചേസ്. അത് കഴിഞ്ഞാൽ പിന്നെ സാലറീസ്. സാലറീസ് എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇവിടേക്ക് എടുക്കണം. സാലറീസ്. അതായത് സാലറീസ് എമൗണ്ട് എത്രയാണ്? സാലറീസ് 1,100 രൂപ. സാലറീസ് 1,100 രൂപ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇൻഷുറൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതും എടുക്കണം. ഇൻഷുറൻസ് 400 രൂപ. പിന്നെ ഇൻഷുറൻസ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് എന്താണ് വരുന്നത്? റെന്റ് എന്താണ്? അത് ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് അത് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ക്ലിയർ ആയല്ലോ? അത് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് ഇൻകം ആയിട്ട് വരുന്നത്. പിന്നെ ഡിസ്കൗണ്ട് പറഞ്ഞാൽ ഡിസ്കൗണ്ട് അലൗഡ് ആണ് കേട്ടോ. ഡിസ്കൗണ്ട് എമൗണ്ട് എത്രയാണ്? ഡിസ്കൗണ്ട് 400 ആണ്. 400. പിന്നീട് വരുന്നത് എന്താണ്? ട്രേഡ് എക്സ്പെൻസ് ആണ്. പിന്നെ അവിടെ വരുന്നത് ട്രേഡ് എക്സ്പെൻസസ് ആണ് 1,000. ട്രേഡ് എക്സ്പെൻസസ് 1,000. ഇനി എന്താണ്? അവിടെ ഏതെങ്കിലും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടോ? അതോടുകൂടി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കഴിഞ്ഞു. ഇനി ഇവിടെ വരേണ്ടത് എന്താണ്? ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഇൻഡയറക്റ്റ് ഇൻകം ആയിട്ട് ഇവിടെ റെന്റ് മാത്രമേ ഉള്ളൂ.
റെന്റ് എമൗണ്ട് എത്രയാണ്? 600 ആണ്. റെന്റ് എമൗണ്ട് 600. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. ആദ്യം എന്ത് ചെയ്യാണ്? ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യാം. 4350 പ്ലസ് 600 എത്രയാണ്? 4950 രൂപ. 4950 രൂപ. അതുപോലെ തന്നെ ഈ സൈഡ് എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ ടോട്ടൽ ചെയ്തില്ലേ, അത് എടുക്കാതെ അതിന്റെ താഴേക്കുള്ളതാണ് ടോട്ടൽ ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ടോട്ടൽ ചെയ്യുമ്പോൾ ഈ ഒരു ടോട്ടൽ ചെയ്ത് ഓൾറെഡി അതെടുക്കരുത്. ഈ ഒരു ലൈനിന്റെ താഴേക്കുള്ളതാണ് ടോട്ടൽ ചെയ്യേണ്ടത്. 1100, 400, അതുപോലെ 400 പ്ലസ് 1000 എമൗണ്ട് എത്രയാണ്? അതായത് 2900 ആണ് വരുന്നത്. 2900. ഇവിടെയാണ് വലിയ സംഖ്യ. 4950 രൂപ ഇവിടെയാണ്. ഇവിടെ എത്രയാണ്? 2900 രൂപയാണ്. അപ്പൊ എന്ത് ചെയ്യാം? ഈ 4950 രൂപയിൽ നിന്നും മൈനസ് 2900 അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 2050 എന്ന് കിട്ടും. അത് ഈ കുറവുള്ള സൈഡിലേക്കാണ് എഴുതേണ്ടത്. 2050. അപ്പോൾ 2050 എന്ത് ചെയ്യണം? ഈ ഒരു കുറവുള്ള സൈഡിലേക്ക് എഴുതണം. ക്ലിയർ ആയല്ലോ? ഈ 2050 ഇവിടെയല്ലേ കുറവ്, സൈഡിലല്ലേ 2900 ഉള്ളത്. ഇവിടെ 4000 ആണ്. അതിന് കുറവുള്ള സൈഡിലേക്ക് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാതെ നെറ്റ് പ്രോഫിറ്റ് ആണ്. ഈ ഒരു ബാലൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നെറ്റ് പ്രോഫിറ്റ്. വേറെ ഇവിടേക്കാണ് ഈ ബാലൻസ് വന്നതെങ്കിൽ ഇവിടെ നെറ്റ് ലോസ് ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യാതെ ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യാം. എത്രയാണ്? 4950. 4950. ഇവിടെ എത്രയാണ്? 4950. അപ്പോൾ ഇതോടുകൂടി എന്താണ് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമ്മൾ ഒരുമിച്ച് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ട്രേഡിംഗ് അക്കൗണ്ട് അതുപോലെ തന്നെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് ഒരുമിച്ച് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ക്ലിയർ ആയിട്ടുണ്ടാവുന്ന പ്രതീക്ഷയോട് കൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. താങ്ക്സ്.